ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ബ്ലൗസ് തയ്ക്കുകയാണ്. അതിൻ്റെ രണ്ടായിട്ട് മടക്കി, ബാക്കി ഭാഗമാണ് തയ്ക്കുന്നത്, രണ്ടായിട്ട് മടക്കിയിട്ടേക്കും. ഇനി അതൊരടിയിൽ ഒരു വര വരയ്ക്കുന്നു. ഇനി ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് ഈ ബ്ലൗസിൻ്റെ ഇറക്കം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 15 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ അത് രണ്ട് സൈഡിലും നമ്മൾ അടയാളപ്പെടുത്തും. ഇനി ഇതിൻ്റെ ഷോൾഡർ നമ്മളൊരു വര വരയ്ക്കുന്നത് മേളിൽ ആ 14 ഇഞ്ച് കറക്റ്റ് ആക്കാൻ വേണ്ടി, ആ താഴെ ഷേപ്പാക്കിയതുപോലെ തന്നെ. ഇനി അത് ഷോൾഡർ എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ഷോൾഡർ 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇനി താഴോട്ടും അതേപോലെ 6 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇവിടെ നിന്നും 6 ഇഞ്ച് കറക്റ്റാണോ എന്ന് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് സ്കെയിൽ വെച്ച് നമ്മൾ വരയ്ക്കുന്നു, ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് ചെസ്റ്റ് വണ്ണം 10 ഇഞ്ചും അരയൽത്തുമ്പ് 2 ഇഞ്ചുമാണ്. 10 ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഒരാളുടെ അളവ് 37 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസിന് വേണ്ടി ചേർക്കുന്നു. അപ്പോൾ അതിൻ്റെ 4 ഭാഗമാണ് 10 ഇഞ്ച്. പിന്നെ തയ്യൽ തുമ്പാണ് 2 ഇഞ്ച്. ഇനി കൈക്കുഴിയുടെ കർവ് അടയാളപ്പെടുത്താൻ വേണ്ടി 1.25 ഇഞ്ച് അവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ഈ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ നേർപകുതി 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ഈ കർവ് സ്കെയിൽ വെച്ച് ഈ 3 ഇഞ്ചിൻ്റെയും ആ 1.25 ഇഞ്ചിൻ്റെയും കൂടെ കറക്റ്റ് വരച്ചെടുക്കുന്നു. ഇനി നമ്മൾ കഴുത്തകലമാണ്. കഴുത്തകലം 2.5 ഇഞ്ചാണ്. ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇറക്കം എന്ന് പറയുന്നത് ലെങ്ത് 7 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ലെങ്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. ഇനി അവിടെയും 2.5 ഇഞ്ച് അതുപോലെ അടയാളപ്പെടുത്തുന്നു, ഈ താഴെയും. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ച് സ്ക്വയർ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ കർവ് സ്കെയിൽ വെച്ച് അതിൻ്റെ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് അടയാളപ്പെടുത്തുന്നു. ഇനി ഇവിടുന്ന് ആ കഴുത്തിൻ്റെ അവിടുന്ന് 4 ഇഞ്ച് കായ്ക്കുഴിയുടെ അവിടോട്ട് അടയാളപ്പെടുത്തുന്നു, ഷോൾഡറിൻ്റെ അവിടെ. എന്തിനാണെന്ന് പറഞ്ഞാൽ കഴുത്ത് മലന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ്. കഴുത്തിൻ്റെ അവിടെയാണ് 1/2 ഇഞ്ച്. എല്ലാവരും കൈക്കുഴിയുടെ അവിടെയാണ്. താഴെ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 8ആണ്. 8ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് കൂട്ടി വരയ്ക്കുന്നു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആ ഫ്രണ്ട് പാർട്ട് ഓപ്പൺ സൈഡാണ് നമ്മൾ എടുക്കുന്നത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടി. അപ്പോൾ അതിന് ഒരു സ്കെയിൽ വെച്ച് ആ മുകൾ ഭാഗം ഒന്ന് കറക്റ്റാക്കി എടുക്കണം. ബാക്കി ഭാഗം എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പൺ സൈഡിൽ ഫ്രണ്ട് ഓപ്പൺ. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചാണ് ചേർക്കേണ്ടത്. മറ്റേത് ബാക്കിന് 1 ഇഞ്ചാണ് ചേർത്തത്, ഫ്രണ്ടിന് 2 ഇഞ്ച് ചേർക്കണം. നമ്മൾ കട്ടിങ് ഒക്കെ വരുന്നതുകൊണ്ട് 2 ഇഞ്ച് ചേർക്കേണ്ടി വരും. ഇതിൻ്റെയും ഷോൾഡർ എന്ന് പറയുന്നത് 6 ഇഞ്ച് തന്നെ, താഴോട്ടും 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. അവിടവും കറക്റ്റ് 6 ഇഞ്ച് ഉണ്ടോ നോക്കണം. എന്നിട്ട് അവിടെയും സ്കെയിൽ വെച്ച് വരച്ച് എടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് അതുപോലെ 10 ഇഞ്ചാണ്. ഇവിടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പിലാണ്. 1/2 ഇഞ്ച് ഇവിടെ കട്ടിങ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ കൈക്കുഴിയുടെ അവിടുത്തെ കട്ടിങ്ങിന് വേണ്ടി. അപ്പോൾ 2.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിടേണ്ടത്. അപ്പോൾ 10 12. എന്നിട്ട് ഈ 6 ഇഞ്ച് കറക്റ്റ് അതിൻ്റെ പകുതി 3 ഇഞ്ച് എടുത്തിട്ട് അതിന് അകത്തോട്ട് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതിനെ കുഴിച്ച് വെട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചെടുക്കണം. കുഴിച്ച്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് നെക്കും 2.5 ഇഞ്ചാണ് കഴുത്തകലം. ഇറക്കം 7 ഇഞ്ചാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ബാക്ക് കഴുത്തായാലും ഫ്രണ്ട് കഴുത്തായാലും അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ്. 6.5 ഇഞ്ച് തയ്യൽത്തുമ്പും 1/2 ഇഞ്ച് 6.5 ഇഞ്ച് കഴുത്തും ഇറക്കവും 1/2 ഇഞ്ച് തയ്യൽത്തും. എന്നിട്ട് ഇത് സ്ക്വയറാക്കി വരച്ചെടുക്കുന്നു. ചിലർക്ക് ചിലപ്പം ബാക്കിനൊക്കെ 8 ഇഞ്ച് വേണം, 10 ഇഞ്ച് വേണം എന്നൊക്കെ പറയാം. അതുപോലെ അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇനി അവിടെ ചരിച്ച് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി ഇവിടുന്ന് ബെസ്റ്റ് ഇറക്കം എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. ഷോൾഡർ മുതൽ ബെസ്റ്റ് വരെയുള്ള ഇറക്കമാണ് ഈ ബെസ്റ്റ് ഇറക്കം. എന്നിട്ട് ബാലൻസ് 5.5 ഇഞ്ചുണ്ട് ഇവിടെ.
അതിൻ്റെ താഴെ അറ്റം വന്നിട്ട് നമ്മളൊരു 3 ഇഞ്ച് നടുക്കിൽ അടയാളപ്പെടുത്തുന്നത്. നടുക്കല്ല, ഒരു 3 ഇഞ്ച് ഇടത്തു നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്, എന്നിട്ട് അവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ 3.5 ഇഞ്ചും അടയാളപ്പെടുത്തണം. എന്നിട്ടത് കട്ടിങ്ങിന് മാർക്ക് ചെയ്യണം. മറ്റേ അവിടുന്ന് ഒരു 3 ഇഞ്ച് അകത്തോട്ട് അടയാളപ്പെടുത്തണം. ഈ നെഞ്ച് വണ്ണം കട്ടിങ് പിടിക്കുമ്പോൾ ആ 3 ഇഞ്ച് നമ്മൾ അധികത്തിൽ കൊടുക്കണം. ഇവിടെ വേസ്റ്റ് വണ്ണം 7 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ടിനി നമുക്കിത് കട്ട് ചെയ്യാം. ഇനി ഇതിപ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ ഷോൾഡറിൻ്റെ ആ കഴുത്തിൻ്റെ അവിടെ ആ ഭാഗം കറക്റ്റ് ഇവിടം രണ്ടും തുല്യമായി നിൽക്കുന്ന രീതിയിൽ മടക്കണം. എന്നിട്ട് താഴോട്ട് മടക്കിയെടുക്കണം. അപ്പോൾ ആ മടക്കിയിട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ മടക്കിയ ഭാഗം 4.25 ഇഞ്ചുണ്ട്, അങ്ങനെ അടന്ന് നോക്കണം. എന്നിട്ട് ആ 4.25 ഇഞ്ചിനവിടെ ഒരു 1.25 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. 4.25 ഇഞ്ച് 3 ഇഞ്ച് അല്ലാതെ ഇങ്ങോട്ടേക്കണം. ആ 1.25 ഇഞ്ച് രണ്ടായിട്ട് മടക്കണം. എന്നിട്ട് അവിടെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അധികം വരുന്ന തുണി അങ്ങ് വെട്ടിക്കളയണം. എന്നിട്ട് അവിടെ ഒരു കട്ടിങ് കൊടുക്കുക. അത് നമുക്ക് ആ കട്ടിങ്ങിന് വേണ്ടിയുള്ളതാണ്. 4 കാലും 1.25. ഇനി ഹുക്കിൻ്റെ ആ ഭാഗത്ത് 5.5 ഇഞ്ചാണ്, മുകളിൽ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴോട്ട് 3 ഇഞ്ചിൻ്റെ അവിടെ കട്ട് ചെയ്തു. എന്നിട്ട് കൈക്കുഴിയുടെ അവിടെ അടയാളപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ കൈക്കുഴി 8 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ നേർ പകുതി 4 ഇഞ്ച് എടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടി 5.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. അവിടുത്തെ കട്ടിങ്ങിന് അങ്ങനെയാണ്. അപ്പം 3 കട്ടിങ്ങും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ 2 കട്ടിങ്, താഴത്തെ കട്ടിങ് ഉണ്ടല്ലോ, അതിന് 6 പീസാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൽ നിന്ന് 2 പീസ് കൊടുക്കുക. അപ്പം 4 പീസാവും. ഇനി നമുക്ക് കൈയാണ് അടയാളപ്പെടുത്തേണ്ടത്. 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. ഇനി കൈ അടിയിലൊരു വര വരയ്ക്കുക. എന്നിട്ട് കൈ നീളം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. കൈക്കുഴിയും അതേപോലെ 8 ഇഞ്ചാണ്, 16 ഇഞ്ചിൻ്റെ പതി 8 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൊടുക്കും. എന്നിട്ട് താഴോട്ട് ഒരു 3 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തണം. അവിടെ ഇങ്ങനെ 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഷേപ്പ് വരയ്ക്കണം, ചരിച്ച വര 3 ഇഞ്ചിൽ നിന്ന്. എന്നിട്ട് ആ കൈക്കുഴിയുടെ ഷേപ്പ് അടയാളപ്പെടുത്തും. നേരത്തെ ഞാൻ കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഓരോ ബ്ലൗസിനകത്തൊക്കെ. അപ്പോൾ അത് കൈ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് താഴെ വരുമ്പം 2 കുഴിച്ച് വെട്ടാൻ വേണ്ടി 2 എണ്ണം വരയ്ക്കണം. 2 വര 1/4 ഇഞ്ച് വീതം വെച്ച്. എന്നിട്ട് കൈവണ്ണം 5ഉം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് ആ വരയിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഈ കട്ട് ചെയ്യുന്നത് ഈ കൈയുടെ വണ്ണം ചേർത്ത് തയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യണം, കൈ കുഴിച്ച് വെട്ടുന്നത്. ഇപ്പം ഈ പീസ് അതിനകത്ത് ചേർത്ത് വെച്ച് തയ്ക്കാനുള്ളതാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിനാണ് മടക്കിയടിക്കാനുള്ള തുണിയാണിത്. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെ ഹുക്ക് വെക്കുന്നതിനും കൂടെ വേണ്ടിയാണ് അത്രയും തുണി വെട്ടിയെടുത്തേക്കുന്നത്. ഇനി അടുത്തത് ഫ്രണ്ടിൻ്റെ ഹുക്ക് ഇടുന്ന ആ ഭാഗം ഇടുന്നതിന് വേണ്ടി അടുത്ത തുണി വെട്ടിയെടുക്കുന്നത്. ഇത് ഹുക്കിൻ്റെ ഇടുന്നതിന് വേണ്ടി. ഹുക്കിടാനുള്ള ഹുക്കിനും ബാക്ക് പാർട്ട് അടിമടക്കുന്നതിനും.
ഇനി ഇപ്പം 6 പീസിന് 4 പീസേ നമ്മൾ ഇതുവരെയ്ക്ക് എടുത്തിട്ടുള്ളൂ. ഇനി ഇപ്പം 2 പീസ് കൂടെ വേണം. അത് ഇവിടെ വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ആ 2 പീസ് കൂടെ ഇനി ഇവിടെ നിന്ന് ഇതിനകത്തുനിന്ന് എടുക്കാം. ഇനി കഴുത്തിൻ്റെ പടിയടിക്കുന്നതിന് വേണ്ടി ക്രോസ് പീസാണ് വെട്ടുന്നത്. ഇതാ സ്കെയിലിൻ്റെ അളവിലാണ് വീതി. പിന്നെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഏത് അറിയാത്തവർക്കും നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ്, കട്ട് ചെയ്യാവുന്നതാണ്. ഏതളവുകാർക്കും ഇത് തയ്ക്കാവുന്നതാണ്. ഇനി ഇതേപോലെ മറ്റൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ 4-5 പീസ് വേണം, എന്നാലേ നമുക്കിത് ചേർത്ത് തയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി. താങ്ക് യു.